ഹായ് ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുക്കീസ്. ഈ കുക്കീസ് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നന്നായിട്ട് ബേക്കിംഗ് അറിയാത്ത ഒരുപാട് പേർക്ക് ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. എനിക്കും ഫ്ലോപ്പ് ആയിട്ടുണ്ട്. കേക്കൊക്കെ ബേക്കാക്കുമ്പോൾ സുഖമായിട്ട് വരും, അടിപൊളിയായിട്ട് വരും. പക്ഷെ കുക്കീസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്ലോപ്പ് ആവാറാണ് പതിവ്. അപ്പൊ ഞാൻ ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നുന്നത് അവര് പറയുന്ന ടെമ്പറേച്ചറും അതുപോലെ ടൈമും ഒന്നും ശരിയാവാണ്ടാണോ അതോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോന്ന് അറിയില്ല. എപ്പോഴും അത് ചെറിയ ഫോൾട്ട് പറ്റും, മുഴുവനായിട്ട് ഇങ്ങോട്ട് ആ ക്രിസ്പിനെസ് വരാറില്ല. പിന്നെ ഞങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ള കാരണം പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സംഭവമൊക്കെ തിന്നും. എന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും, അതിന്റെ ഡോ നല്ല ടേസ്റ്റാണ്. അപ്പൊ അത് സംഭവം അത് അവസാനിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല റെസിപ്പി കിട്ടി. അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആണെന്ന് മാത്രമല്ല ഒരു കറക്റ്റ് മെഷർമെന്റ്. അല്ലാണ്ട് പൊടിയിലേക്ക് നമ്മൾ ഈ ബട്ടറൊക്കെ ഇട്ടിട്ട് കുറേശ്ശെ ഇട്ട് നോക്കി അങ്ങനെയൊന്നുമില്ല. ആകെ 3 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ബട്ടർ കുക്കീസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആവാണ്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ട 3 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മൈദ, ബട്ടർ, പിന്നെ നമ്മൾ ഷുഗർ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമേ വേണ്ടൂ. ഇപ്പൊ ബട്ടറിന് പകരം ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ ബട്ടർ കുക്കീസ് എന്ന് പറയുമ്പോൾ ആ ബട്ടറിന്റെ ടേസ്റ്റ് വരുന്നവര് ഇഷ്ടമില്ലാത്തവര് അത് മാറ്റാന്ന് മാത്രമേ ഉള്ളൂ. അതിന് 3 ഓപ്ഷൻ ഞാൻ പറയാം. ബട്ടർ മുഴുവനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ പകുതി ബട്ടറും പകുതി ഓയിലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മുഴുവൻ നമ്മൾ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയായാലും ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. പക്ഷെ ബട്ടറിന്റെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് ഇതാണ്, ഞാൻ ഫുള്ളായിട്ട് ബട്ടർ ഉപയോഗിക്കുകയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് അതിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. 3 കപ്പും ഒരേ അളവാട്ടോ. ഇതും ഈ കപ്പിനും ഒരേ അളവാണ്. 250 ml കപ്പാണ് ഞാൻ എടുത്തേക്കണം. അപ്പൊ ഏത് കപ്പാണ് എടുക്കണേ വെച്ചാൽ അളവിൽ മാത്രം എടുക്കാം. അപ്പൊ ഞാൻ ഈ കപ്പില് 2 കപ്പ് മൈദയാണ് എടുക്കണേ. നമുക്ക് പിന്നെ ഇതിന് എന്തായാലും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളില് 2 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര പൊടിച്ചതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അത് ഞാൻ ഇതിലേക്ക് ഇടാണ്. ഇതിപ്പോ നമുക്ക് ഓവനിലും വെക്കാം, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഒരു പാൻ എടുത്തിട്ട് അതിൽ അയിലുണ്ടാക്കാം. ഒരു ബുദ്ധിമുട്ടില്ല. ഇഡലി തട്ടുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. അത്ര എളുപ്പമാണ് കേട്ടോ. ഇത് ഞാൻ ബട്ടറാണ് എടുത്തേക്കണേ, 1 കപ്പ് ബട്ടർ. അപ്പൊ ബട്ടർ എപ്പോഴും ആ റൂം ടെമ്പറേച്ചറിലാവണം. ഉരുക്കിയ ബട്ടറാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. ഇതും കൂടി ഞാൻ അതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോ നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഇത് കറക്റ്റായിട്ട് ഇതിലേക്ക് ഈ പൊടിയിലേക്ക് അളവ് കൃത്യമായിട്ട് അങ്ങോട്ട് വരും. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെന്നുള്ളവര് സൺഫ്ലവർ ഓയിൽ 1 കപ്പ് ഒഴിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പകുതിയായിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇത് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് കുഴക്കാം. കണ്ടോ ഈ മാവ് കണ്ടോ കറക്റ്റ്. പിന്നെ ഒന്നുമില്ല, വെറുതെ മിക്സ് ആക്കിയാൽ മതി. അപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതില് ഭയങ്കര സിമ്പിളാണ്. ഇപ്പൊ അത് മിക്സ് ആക്കി എടുക്കണ ഒരു പണി മാത്രമേ ഉള്ളൂ. ചുമ്മാ ഒന്ന് കുഴച്ചെടുക്കുക. വെജിറ്റേറിയൻസിനും നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ എഗ്ഗൊന്നും ചേർക്കണില്ല. അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുക്കീസാണ്. അപ്പൊ ഇതൊരു സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, കുക്കീസാണ്. നല്ല കൃത്യമായിട്ട് വന്നൊരു കുക്കീസാണ്. ഞാൻ പറഞ്ഞില്ലേ 3-4 പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, അപ്പോഴൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ എനിക്ക് തോന്നണേ ഇത് ബേസ് ആയിട്ട് ബാക്കി എല്ലാ കുക്കീസ് ഉണ്ടായി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ കുക്കീസിന്റെ മാവ് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ഇതുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബേക്കിംഗ് ട്രേ നമ്മുടെ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ ലൈൻ ചെയ്തിട്ട് അതിൽ ബട്ടറൊക്കെ ഒന്ന്
സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാനും, അതിപ്പോൾ നല്ല പാൻ എടുക്കണമെന്നൊന്നുമില്ല, ഇത്തിരി പഴയ പാൻ എടുത്താലും മതി. അതിൽ ഞാൻ 2 ലെയർ ബട്ടർ പേപ്പർ ഇട്ടിട്ട് ബട്ടർ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ പണികളൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പറ്റിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ വെക്കുമ്പോൾ അടുപ്പിച്ച് വെക്കുക. എൻ്റെ വിചാരം ബേക്കിംഗ് പൗഡർ ഇല്ല, മറ്റു സംഭവങ്ങളൊന്നും ഇല്ല, അപ്പോൾ അത് വീർക്കില്ല എന്നാണ് ധാരണ. പക്ഷെ ഇത് കുറച്ച് എന്തായാലും പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അടുപ്പിച്ച് വെച്ചപ്പോൾ വട്ടത്തിൽ വെച്ച സംഭവങ്ങളൊക്കെ സ്ക്വയർ ആയിരുന്നു മാത്രം, എല്ലാം കൂടി അടുത്തെടുത്ത് വന്നിട്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് വെക്കാനാണ് ഇപ്പം ഞാൻ അത് കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. റൗണ്ടായിട്ട് വെക്കാൻ നമുക്ക് ഏത് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ എടുത്തൂല്ലേ. എനിക്ക് മര്യാദക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ ഇത്തിരി അകത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാന്. അതേപോലെ ഈ പാനിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ കട്ടറുണ്ടോ, ഞാൻ ഇത് ഈ കുക്കീസ് ഉണ്ടാക്കാനുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ലാസ്റ്റ് കഴിഞ്ഞതിന് മുന്നത്തെ നവംബറിൽ അനിയത്തിൻ്റെ ഇടയ്ക്ക് ദുബായി പോയപ്പോൾ അനിയത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു സ്ഥലത്ത് പോയിട്ട് വാങ്ങിച്ച കുക്കി കട്ടേഴ്സാണ്. പക്ഷെ ഇതുവരെ മര്യാദക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പം ഉണ്ടാക്കുമ്പോൾ ചെറുത് നോക്കിയിട്ട് വരണം നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇതെടുക്കാനേ. അപ്പോൾ നമ്മൾ 2 ഇതില് ട്രെയില് ആക്കി വെച്ചിട്ടുണ്ട്, ഒരു പാനിലും ഒരു ട്രെയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ട്രെയിൽക്കും കൂടിയുള്ള മാവുണ്ട് കേട്ടോ. അപ്പൊ അത്രയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അകത്തി വെച്ചേക്കാണ്, എന്താ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇനി ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചേക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ നടുവിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓരോ നട്ട്സ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം കേട്ടോ. അയ്യോ ഇത് പൊട്ടി, കുഴപ്പമില്ല. ഇതിങ്ങനെ ചെറിയ ക്രാക്ക് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ചിലരിത് ചെറുതായിട്ട് അവിടെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതായി വരുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ക്രാക്ക് വരും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഞാൻ അവിടെ കട്ട് ചെയ്ത് കൊടുക്കണില്ല. അപ്പൊ ഞാനൊരു പാനിന്റെ മുകളിലാണ് ഈ പാൻ കയറ്റി വെക്കുന്നത്. അപ്പൊ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. അപ്പൊ പ്രീഹീറ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ട് കുറച്ച് നേരമുണ്ട്. അതുപോലെ നമ്മൾ ഒരെണ്ണം ഓവനിലാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ ഓവനില് 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ പ്രീഹീറ്റ് ചെയ്യണം. 10 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് വരെ 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ ബേക്ക് ചെയ്യണം. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം വെച്ചപ്പോൾ ഈ 20-22 മിനിറ്റ് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഓവനിന്റെ വ്യത്യാസം അനുസരിച്ച് 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് 22 മിനിറ്റ് വരെ വേണ്ടി വരും. അതുപോലെ നമ്മുടെ പാനിൽ വെക്കുമ്പോഴും 22 മിനിറ്റ് ഒക്കെ ഏകദേശം വേണ്ടി വരും. അപ്പോൾ വേറൊരു അറിയാനുള്ള ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതിന്റെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് ഒന്ന് മാറും. അപ്പൊ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റും ബേക്ക് ആയിട്ടുണ്ടെന്ന്. പിന്നെ വേറൊരു സംശയം എല്ലാവർക്കും വരുന്നത്, എല്ലാവർക്കും മാത്രം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും. അത് നമ്മളിപ്പോൾ വിചാരിക്കും ആയിട്ടില്ല അയച്ചിട്ട് പിന്നെയും ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് എന്താ പറയാ ചോക്ലേറ്റ് കുക്കീസ് ഒക്കെ വെക്കുമ്പോൾ
നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആ ബേക്ക് ആവണ ആ ഒരു കളറ് നമുക്ക് പെട്ടെന്ന് തിരിച്ചു. ഇതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് നമ്മൾ നോക്കുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഇത്തിരി സോഫ്റ്റ് ആവും. അപ്പോൾ വിചാരിച്ചു ബേക്ക് ആയില്ല വെച്ചിട്ട് പിന്നെയും ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം പിന്നെ കരിഞ്ഞു പോകും. എന്താന്ന് വെച്ചാൽ അത് പുറത്തെടുത്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ആ ക്രിസ്പിനെസ് വരുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ പാൻ ഇതിന് മേലെ കയറ്റി വെക്കാം. നമ്മൾ മൂടി വെക്കാം കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ മൂടി വെക്കും. അപ്പോൾ ഓവനിൽ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ബാക്കി കുറച്ചുണ്ടായിരുന്നത് ഒരു പാത്രത്തിലും കൂടി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്രോവേവിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ടെമ്പറേച്ചർ ഒരു 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇട്ടിട്ട് കൺവെക്ഷനിൽ വെക്കുക. അതും ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ കുറവ് മതി തോന്നുന്നു എനിക്ക്. ഞാൻ അതിൽ ബേക്ക് ചെയ്തെടുത്തിട്ടില്ല. എന്നാലും ഏകദേശം ഒരു അളവ് വെച്ചപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഏകദേശം കുറവായിരിക്കും വരും, ഒരു 5 മിനിറ്റ് കുറവായിരിക്കും വരും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ധാരാളം മതിയായിരിക്കും മൈക്രോവേവിൽ വെക്കുമ്പോൾ നിങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് ഞാൻ എന്തായാലും അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കയറ്റി വെക്കണം. അപ്പം നമ്മുടെ എല്ലാ കുക്കീസും ബേക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതും കൂടി വെച്ചു. ഇതിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കട്ട് ചെയ്ത് ഇത്തിരി ഭംഗിയിൽ വന്നിട്ടാണ്. ബാക്കിയുള്ളതൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു നോക്കാം. അപ്പം ചെറുതായിട്ടൊരു ഇതുണ്ട്, ക്രിസ്പിനെസ് വരണമെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചാൽ ആ ക്രിസ്പിനെസ് വരുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ്. നമ്മുടെ കുക്കീസൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ക്രിസ്പിയാണ് എന്നാൽ സോഫ്റ്റ് ആണ്. ആ രീതിയിലാണ് വരിക. നല്ല നല്ല ടേസ്റ്റാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ഫെയിലായവരൊക്കെ മുന്നേ ഉണ്ടാക്കി ഫെയിലായവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്തായാലും ഷുവറായിട്ടും ക്ലിയർ ആയിട്ട് വരും. അപ്പം അടുത്ത തവണ നമുക്ക് ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.